ചെറിയ പെരുന്നാൾ വരികയാണ്. മൈലാഞ്ചി മഞ്ചില്ലാണ്ട് എന്ത് ചെറിയ പെരുന്നാളല്ലേ. പക്ഷേ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് മൈലാഞ്ചി കോണുകൾ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ബോർഡ് നടത്തിയ പരിശോധനയിൽ വിപണിയിലുള്ള 5 പ്രമുഖ ബ്രാൻഡുകൾ ഗുണനിലവാരമില്ലാത്തവയാണെന്ന്, അതായത് നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 5 ബ്രാൻഡുകളുടെ പേരുകൾ നമുക്ക് നോക്കാം. ഈ കമ്പനികൾക്കെതിരെ പ്രധാനമായും 3 ആരോപണങ്ങളാണ് ഡ്രഗ് കൺട്രോൾ ബോർഡ് ആരോപിക്കുന്നത്. 1, പിക്രമിക് ആസിഡിൻ്റെ സാന്നിധ്യം. ഹെയർ ഡൈകളിൽ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്നതാണ്. 2, തെറ്റിദ്ധരിപ്പിക്കുന്ന ലേബലുകൾ. 100% നാച്ചുറൽ എന്ന് പരസ്യപ്പെടുത്തുകയും എന്നാൽ ഉള്ളിൽ മാരകമായ കെമിക്കലുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. 3-മത്തേതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. മൈലാഞ്ചിക്ക് ആ ചുവപ്പ് നിറം നൽകുന്ന ലോസോൺ എന്ന പ്രകൃതിദത്ത ഘടകം ഈ പല കോണുകളിലും ഒട്ടും തന്നെ ഇല്ല. അതായത് ഇവയൊന്നും യഥാർത്ഥ മൈലാഞ്ചി കൊണ്ട് നിർമ്മിച്ചവയല്ല. അതുകൊണ്ട് പെരുന്നാളിന് മൈലാഞ്ചി വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഗ്രീഡിയൻസിൽ PPD, സോഡിയം പിക്രാമേറ്റ് എന്നീ ഘടകങ്ങളുണ്ടെങ്കിൽ അവ ഒഴിവാക്കുക. മൈലാഞ്ചി ഒരു നാച്ചുറൽ എലമെൻ്റ് ആയതിനാൽ അത് അധികകാലം സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എന്നിവ ശ്രദ്ധിക്കുക. ഇൻസ്റ്റൻറ്റ് കളർ ഇൻ 5 മിനിറ്റ്സ് എന്ന് അവകാശപ്പെടുന്ന കോണുകളിൽ മാരകമായ കെമിക്കലുകൾ ഉണ്ടാകാൻ 99% സാധ്യതയുണ്ട്. യഥാർത്ഥ മൈലാഞ്ചി ചുവക്കാൻ 3 മുതൽ 6 മണിക്കൂർ വരെ സമയമെടുക്കും. കോൺ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് മണ്ണെണ്ണയുടെയോ അല്ലെങ്കിൽ ബ്ലീച്ചിൻ്റെയോ മണം വരുന്നുണ്ടെങ്കിൽ അതിൽ 100% സിന്തറ്റിക് ഡൈ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. ഏത് വലിയ ബ്രാൻഡിൻ്റെ ആയാലും കയ്യിൽ ഡിസൈൻ ചെയ്യുന്നതിന് 24 മണിക്കൂർ മുൻപ് കൈമുട്ടിൻ്റെ ഉൾഭാഗത്തോ ചെവിയുടെ പുറകിലോ അല്പം പുരട്ടി നോക്കുക. എന്നിട്ട് തടിപ്പോ ചൊറിച്ചിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ പെരുന്നാളിന് മൈലാഞ്ചി വാങ്ങുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നിറം വെക്കുന്ന ആ മാജിക് കോണുകൾ ഒഴിവാക്കുക. വീട്ടിൽ തന്നെ അരച്ചെടുക്കുന്ന മൈലാഞ്ചിയാണ് ഏറ്റവും സുരക്ഷിതം. സ്കിന്നിനുണ്ടാകുന്ന പെർമനൻറ്റ് ഡാമേജിനേക്കാൾ നല്ലത് വൈകി ചുവക്കുന്ന നമ്മുടെ നാടൻ മൈലാഞ്ചി തന്നെയാണ്.